ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ട എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. അവിടെ നിന്നാണ് അവൻ പെണ്ണ് കെട്ടുന്നത്. കണ്ണൂരെ ചെറുക്കന്, പത്തനംതിട്ടക്കാരി പെണ്ണ്. അപ്പം അവരെല്ലാവരും ചെറുക്കനും പാർട്ടിയെല്ലാം കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ ഇടയ്ക്ക് ഒന്ന് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി റൂമെടുത്ത് ഫ്രഷായിട്ടൊക്കെ വരാൻ, ഡ്രസ്സൊക്കെ മാറി വരാൻ വേണ്ടി എല്ലാവരും റൂമെടുത്ത് അവിടെ വന്നു. ഇപ്പം ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണേ. പെണ്ണിൻ്റെ വീട്ടിലേക്ക്. സീതത്തോടാണ് പെണ്ണ്, പത്തനംതിട്ട സീതത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ പെങ്ങളായതുകൊണ്ട് തന്നെ പെങ്ങളും കൂടി എത്തിയിട്ടല്ലേ പെണ്ണിനെ ഒരുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെവിടെ എത്തിയെന്ന്. അപ്പോൾ നമ്മൾ വേഗം സ്പീഡിൽ പോവുകയാണ്. പിന്നെ അവരൊക്കെ നേരത്തെ അവിടെ എത്തി ഡ്രസ്സൊക്കെ മാറി റെഡിയായി നിൽപ്പുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. നല്ല മഴയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പം തോർന്നിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തിയതാണിത്. ചപ്പാത്തൊക്കെ എത്തിയപ്പോൾ ചായ കുടിക്കാൻ നിർത്തി. വീട്ടിൽ നിന്ന് 5:30 ആയപ്പോൾ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ നിർത്തി. അവിടുത്തെ സ്ഥലമാണ്, നല്ല അടിപൊളി സ്ഥലമായിരുന്നു. മുമ്പോട്ട് പോകും തോറും നല്ല നല്ല സ്ഥലങ്ങളുണ്ടായത്. ഇപ്പോൾ ഇവിടെ മുറിഞ്ഞപുഴ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ അടിപൊളി വെള്ളച്ചാട്ടം കണ്ടേ. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട എത്തി, ടൗണിലെത്തിയേ. അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കട ഇപ്പോൾ 9:30 ആയി. എന്നിട്ടും കടയൊന്നും തുറന്നില്ലായിരുന്നു ഹോട്ടലിൽ. ഇപ്പം അങ്ങനെ ഒരു ചെറിയൊരു കട കണ്ടു. അവിടെ കയറി വെള്ളയപ്പവും മുട്ടക്കറിയും മേടിച്ച് കഴിച്ചേ. കുഞ്ഞൊക്കെ നല്ല വിശന്നായിരുന്നു, ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലെത്തിയേ. ഈ പെട്ടിയാപ്പ കിടക്കുന്നതാണ് പെണ്ണിൻ്റെ വീട്. ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് തന്നെ ഒന്നും അലങ്കരിച്ചിട്ടൊന്നുമില്ല. അനിയത്തിയൊക്കെ വന്ന വണ്ടിയാണ് ഒരുക്കാൻ വേണ്ടി, പെണ്ണിനെ ഒരുക്കാൻ. ഇതാണ് ഒരുക്കിയതിന് ശേഷം ഫോട്ടോ എടുത്ത പെണ്ണിൻ്റെ പേര് സഫിയ എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നു. അവിടെ വന്നിരുന്നപ്പോൾ ഒരു കുഞ്ഞ്, അവളുടെ അക്കച്ചിയുടെ, സഫിയയുടെ അക്കച്ചിയുടെ കുഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ ഫോണിൽ വീഡിയോ എടുത്താണ്.
അങ്ങനെ മഹർ കൊടുക്കലെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും അവിടെയുള്ള സഫിയയുടെ വീട്ടുകാരൊക്കെ പാല് കൊടുക്കുകയാണ് പെണ്ണിനും ചെറുക്കനൊക്കെ. അതിനിടെ ഭക്ഷണം കൊടുപ്പും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഓഡിറ്റോറിയത്തിന് പുറത്തിറങ്ങി നമ്മുടെ ഫോട്ടോഷൂട്ടാണ് ഇത്, ഞാനും നാത്തൂനും കൂടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കണ്ണൂരോട്ട് പോവുകയാണ്. കാറിലായതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് വിട്ട്, ബാക്കി എല്ലാവരും ബസ്സിന് പുറകെ വരുന്നുണ്ട്. ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തിയാണ്. ഇത് ബസ്സിൽ അവർ തകർത്ത ഡാൻസാണ്, അത് ഇട്ട് തന്നെയാണ്. അങ്ങനെ 4:30 ആയപ്പം, വെളുപ്പിന് 4:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് വണ്ടി കയറ്റാൻ നോക്കിയപ്പോൾ അവിടെ ഫുള്ള് വണ്ടി, സ്കൂട്ടിയും കാറൊക്കെ കിടക്കുന്നതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ അടുത്ത വീടിൻ്റെ മുറ്റത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് കയറി. അവർ പുറകെ വരുന്നതേ ഉള്ളൂ, അവരാരും എത്തിയില്ല. ഞങ്ങൾ വേഗം വിട്ടുകൊണ്ട് തന്നെ വേഗം 6:30 ആയപ്പോഴത്തേനാണ് പെണ്ണും ചെറുക്കനും എല്ലാം വീട്ടിൽ വന്നത്. ഇത് അവർ കയറി വരുന്നതാണ്. ഉമ്മ അവരെ സഫിയാനെ വലതുകാല് വെച്ച് കയറ്റണ്ടേ, മരുമോളെ സ്വീകരിക്കുന്ന വേണ്ടി അതൊക്കെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവളെ കൈ പിടിച്ച് കയറ്റുവാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്നെ വേണ്ടേന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്ക് എൻ്റെ മോളെ മതി, നീ വേണേ കയറി വാന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം.